വചനം പറയുകയാണ്, യെശയ്യാ 59 രണ്ടാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിന്നെ രക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ എന്റെ കരം കുറുകിപ്പോയിട്ടില്ല, നിന്റെ നിലവിളിയുടെ സ്വരം കേൾക്കാൻ പറ്റാത്ത രീതിയിൽ എന്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ഇപ്പൊ ചില ആൾക്കാരൊക്കെ മനുഷ്യരുടെ ഈ അവസ്ഥ മനസ്സിലാക്കി ഒത്തിരി പേര് പ്രാർത്ഥിച്ചു, ധ്യാനവും കൂടി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. അപ്പൊ ഇനി എവിടെ പോയാലാണ് രക്ഷ കിട്ടുന്നതെന്ന് തേടി നടക്കുന്ന മനുഷ്യരുണ്ടെന്ന് ചില ആൾക്കാർ മനസ്സിലാക്കി. ഉടനെ അവർ അതിന് ചേർന്ന് ചില സംവിധാനങ്ങൾ കൊണ്ടുവന്നു. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഏത് നടക്കാത്ത കാര്യവും നടക്കും. പിന്നെ അങ്ങോട്ടായി ആൾക്കാർ. ബഹറിൽ ഞാൻ ചെന്നപ്പോൾ സങ്കടം തോന്നി. ഒരു കുർബാന സമയത്ത് കാർ പാർക്കും എല്ലാം കാര്യമായിട്ട് 92 കാര്യമാണ് എപ്പോഴത്തെ എനിക്ക് അറിഞ്ഞുകൊണ്ട്. കുർബാനയുടെ സമയത്ത് കാർ പാർക്കിൽ അധികം വാഹനങ്ങളൊന്നുമില്ല. കുർബാന പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു. അലങ്കരിച്ച പീഠത്തിന്റെ മുകളിൽ ഒരു വിശുദ്ധനെ പ്രതിഷ്ഠിച്ചു. ഇനി നൊവേനയുടെ ടൈം ആയപ്പോഴേക്കും കാർ പാർക്ക് മുഴുവൻ നിറഞ്ഞു. ഫിലിപ്പീനിയെ കൊണ്ടും ഗോവൻസും വന്ന് കാർ പാർക്ക് നിറഞ്ഞു. ആഘോഷമായിട്ടുള്ള നൊവേന. ഏത് വ്യക്തിക്കും മനസ്സിലാക്കാൻ മുമ്പ് നടന്നതല്ല പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ നടക്കുന്നത്. മുമ്പ് നടന്ന കുർബാന ഉണ്ടല്ലോ, അതല്ല ഈ പള്ളിയിൽ പ്രധാനപ്പെട്ട ചടങ്ങ് ഇപ്പൊ നടക്കുന്നതാണ് തോന്നത്തക്ക രീതിയിൽ. ഇവിടെ ഇത് സഭയുടെ പണമല്ലത്, ഇത് ചില വ്യക്തികളുടെ താളം തെറ്റിയ ഭക്തിയാണ്. ഈ രീതിയിലുള്ള ഭക്തിയെ കുറിച്ച് ബൈബിൾ പറയുന്നത് കൊളോസ്സോസുകാരുടെ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഈ രീതിയിലുള്ള താളം അത് സാവകാശം മറ്റു സഭാ വിശ്വാസികളെയും ഉതപ്പിന് കാരണം കൊടുക്കുകയും വിമർശിക്കാനിടയാകുന്നതും ഇങ്ങനെയുള്ള പ്രവൃത്തി കൊണ്ടാണ്. വിശുദ്ധരുടെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന സഭയിൽ തീർച്ചയായിട്ടും അംഗീകരിച്ചിട്ടുണ്ട്. ഒരു വിശുദ്ധനെ വിശുദ്ധനാക്കുന്നത് മദർ തെരേസ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ എല്ലാവരും വിശുദ്ധ എന്ന് പറഞ്ഞ സഭ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചില്ല. അതിന് ചടങ്ങുണ്ട്. ആരംഭം മുതൽ മദറിനെ കുറിച്ച് പഠിക്കും, വികാരിച്ചന്റെ റിപ്പോർട്ട് വാങ്ങിക്കും, പിതാവിന് കൊടുക്കും. അതിനുശേഷം മരിച്ചതിന് ശേഷം 2 അത്ഭുതം, അതായത് വൈദ്യശാസ്ത്രം തെളിയിക്കണം. ഇത് സ്വാഭാവികമായിട്ട് നടക്കാൻ ഇവിടെ അത്ഭുതം നടന്നതാണെന്ന് വൈദ്യശാസ്ത്രം തെളിയിക്കണം. അങ്ങനെ 2 അത്ഭുതങ്ങളുടെ സ്ഥിരീകരണം കിട്ടിയതിന് ശേഷമേ വാഴ്ത്തപ്പെട്ടോളോ അവിടുന്ന് പിന്നെ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കുന്നുള്ളൂ. അപ്പൊ അത് തീർച്ചയായിട്ടും മധ്യസ്ഥന് മരിച്ച ഒത്തിരി പേര് അത്ഭുതം പ്രവർത്തിച്ചതായിട്ട് നമ്മൾ ബൈബിൾ വായിക്കുന്നു. യുദ്ധത്തിൽ മരിച്ച ഒരു മൃതശരീരം കൊണ്ടുവന്ന സമയത്ത് ശത്രുക്കളെ കണ്ട് പേടിച്ച് വലിച്ചെറിഞ്ഞാൽ ചോടിയത്. ആ മൃതശരീരം പോയി വീണത് ഒരു പ്രവാചകന്റെ കുഴിമാടത്തിൽ. ഉടനെ പ്രവാചകൻ ഈ മരിച്ച മനുഷ്യന് ജീവൻ കിട്ടി. മരിച്ചതിന് ശേഷം അത്ഭുതം നടന്നുകൊണ്ടാണല്ലോ സംഭവിച്ചത്. ഹല്ലേലൂയ. വിശുദ്ധരുടെ മാധ്യസ്ഥം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ ഏറ്റവും വലിയ ആരാധനാ പ്രാർത്ഥന എന്ന് പറഞ്ഞ വിശുദ്ധ കുർബാന. അതിന്റെ താഴെ ബാക്കിയുള്ള ഏത് പ്രാർത്ഥനയും ഏത് നൊവേനയും അതിന്റെ താഴെ നീക്കാവും. അങ്ങനെ താഴെയാണ് നിർത്തിയിരിക്കുന്നതെന്ന് മൈക്കിന്റെ മുമ്പിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സഭയിലെ വിശ്വാസികൾക്ക് അത് തോന്നണം, ഇതാണ് പ്രധാനപ്പെട്ടത്. അപ്പൊ അവിടെ വിശുദ്ധ കുർബാനയോടുള്ള ഗൗരവം കുറയ്ക്കുകയും നൊവേനയ്ക്ക് ഒരു കച്ചവട മനസ്സിലൂടെ അമിത പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഈ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും. അപ്പൊ കൊളോസ്സോസുകാരുടെ ലേഖനം അധ്യായം 2 ഈ തെറ്റിദ്ധാരണയാണ് പൗലോസിനെ തിരുത്തുന്നത്. ഇതാണോ ഇത്? ഞങ്ങൾ എത്രയോ പ്രാവശ്യം ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നത്. ഇത് കൂടുതൽ ഈ കൂട്ടരാ പ്രാർത്ഥിക്കാറുള്ളത്. അവരെപ്പോഴാ പ്രാർത്ഥിക്കാറെന്ന് ചോദിച്ചാൽ, ചില ഭർത്താക്കന്മാർക്ക് ഭാര്യയോടുള്ള സ്നേഹം മൂത്ത് കഴിഞ്ഞാല് അവള് കരയുന്നത് ഇഷ്ടമല്ല, കരയാൻ പാടില്ല. എന്നാ കരയേണ്ട പണിയെ ചെയ്തു വയ്ക്കുള്ളൂ തന്നെ. അപ്പോഴാണ് അവർ ഈ പ്രയോഗം നടത്തുന്നത്. നമ്മുടെ ചേട്ടത്തി പറഞ്ഞ പോലെ എല്ലാവർക്കും ഈശോ എന്നെങ്കിലും വിളിച്ച് കരയാൻ, എനിക്ക് അതിനോട് നിവൃത്തിയില്ലല്ലോ എന്നും പറഞ്ഞോണ്ടാ ചങ്കത്തടിക്കുന്നു. അതിന്റെ ചേട്ടത്തി ഈശോ എന്ന് വിളിച്ച് കരയാൻ പാടില്ലാത്ത എന്റെ ഭർത്താവിന്റെ പേര് ഈശോ എന്നാണ്. അത് വിളിച്ച് കരയാൻ പറ്റില്ലല്ലോ. ഇതുപോലെ ഭാര്യയും ഭർത്താവും ബെഡേ കിടക്കുമ്പോൾ ചിലർക്കൊന്ന് പൊട്ടി കരഞ്ഞാലെങ്കിലും ആശ്വാസം കിട്ടും. ഇത് കരയാനും പറ്റില്ല, കാരണം ഇങ്ങനെ കരഞ്ഞാൽ പോകാം. എന്നാൽ കരയേണ്ട പണി ചെയ്യുകയും ചെയ്യും. അപ്പോഴാണ് അവർ ഈ പ്രാർത്ഥന എടുത്ത് ഉപയോഗിക്കുന്നത്. ഏറ്റവും ശക്തമായ പ്രാർത്ഥന ഞാൻ പറയാം, കാരണം വചനാധിഷ്ഠിതമാണ്. അപ്പസ്തോല പ്രവർത്തനം റോമാക്കാർക്ക് ലേഖനം 8:26. റോമാക്കാർക്ക് ലേഖനം അധ്യായം 8:26. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവാച്യമായ നെടുവീർപ്പുകളാൽ, അവിടെ വാക്കില്ല വാചകമില്ല, അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അതാണ് ഈ നെടുവീർപ്പിന്റെ പ്രത്യേകത. ആത്മാവ് ഇംഗിതം ഗ്രഹിക്കുന്നവൻ അത് പിടിച്ചെടുക്കും. അപ്പൊ നമ്മളിവിടെ TV ഓൺ ചെയ്യാണ്, റേഡിയോ ഓൺ ചെയ്യാണ്, തരംഗങ്ങൾ കൂടി ഉണ്ട്. നമ്മൾ ആ ഉപകരണം ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്കത് പ്രോഗ്രാം കാണാൻ പറ്റുന്നില്ല. ഇതുപോലെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഈ ആത്മാർത്ഥമായിട്ടുള്ള നെടുവീർപ്പിൽ ഉൾപ്പെട്ട ആശയങ്ങൾ, അതിന്റെ വാക്കുകൾ, വാചകങ്ങൾ അത് അവിടെ പിടിച്ചെടുക്കുന്നുണ്ട്. അതിന് ഉത്തരം കിട്ടുകയും ചെയ്യും. അപ്പൊ വേണ്ട വിധം എന്റെ പ്രതിസന്ധി ഇതാണ്. ഇത് എങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, ഏത് രീതി പ്രാർത്ഥിക്കണം ഒന്നും എനിക്കറിയില്ല.
നിഷ്കളങ്കമായ മനസ്സോടുകൂടി നമ്മുടെ ഹൃദയത്തിന്റെ അഗാധത്തിൽ നിന്നുയരുന്ന നെടുവീർപ്പുകൾ, അതുപോലെ ഒരു പ്രാർത്ഥന ഒരു സഭയ്ക്കും അടിച്ചിറക്കാൻ പറ്റിയിട്ടില്ല, ഇറക്കിയിട്ടുമില്ല. അവാച്യമായ നെടുവീർപ്പുകളാണ് ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ആത്മാവ് ഇംഗിതം ഗ്രഹിക്കുന്നവൻ അതിന്റെ അർത്ഥം മനസ്സിലാകും. പിന്നെ ഒരു ചോദ്യം അവശേഷിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് സംഗതിയുടെ കിടപ്പ് എങ്കിൽ എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല? ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിന് യെശയ്യാ 59 രണ്ടാമത്തെ വാക്യത്തിൽ പറയുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ആദ്യ ഭാഗത്ത് പറഞ്ഞു, നിന്നെ രക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ എന്റെ കരം കുറുകിപ്പോയിട്ടില്ല, നിന്റെ നിലവിളിയുടെ സ്വരം കേൾക്കാൻ പറ്റാത്ത രീതിയിൽ എന്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞു നിർത്തിയിട്ട് രണ്ടാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിന്റെ അകൃത്യങ്ങളാണ് എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. അപ്പൊ മാമോദീസയാണ് എന്നെയും ദൈവത്തെയും തമ്മിൽ ഒന്നിപ്പിച്ചതെങ്കിൽ നമ്മുടെ പാപമാണ് ഈ ബന്ധം വീണ്ടും തകർക്കുന്നത്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഒരിക്കലും വെളിച്ചം കിട്ടിയിട്ടില്ലാത്ത പുതുതായിട്ട് പണിത വീട്ടിലേക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൽ അപേക്ഷ കൊടുത്ത് ആദ്യമായിട്ട് കണക്ഷൻ കിട്ടി. ഇതുപോലെ മാമോദീസ ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട ദൈവമനുഷ്യ ബന്ധം ആദ്യമായിട്ട് പുനഃസ്ഥാപിക്കപ്പെട്ടു. ഞാൻ ദൈവരാജ്യത്തിലെ അംഗമായി തീർന്നു മാമോദീസായപ്പോൾ. അപ്പൊ വിശുദ്ധാത്മാക്കൾ എന്താണ് ചെയ്തത്? അവർ ഈ മാമോദീസായിലൂടെ കിട്ടിയ കൃപ നാൾക്ക് നാൾ വർദ്ധിപ്പിച്ചെടുത്തു. നമ്മളെന്താ ചെയ്യുന്നത്? ബലഹീനതയിൽ, നമ്മൾ ലോകത്തിൽ ജീവിക്കുന്ന ബലഹീനതയിൽ പലപ്പോഴും പാപം ചെയ്തു പോകുന്നു. അവർ പാപം ചെയ്യാതെ ആ മാമോദീസായിലൂടെ കിട്ടിയ വരപ്രസാദത്തോട് സഹകരിച്ചപ്പോൾ സ്റ്റെപ്പ് ഇങ്ങനെ കയറുന്ന പോലെ ഉന്നതങ്ങളിലേക്ക് കയറി പോയി വിശുദ്ധാത്മാക്കൾ. നമുക്കും അത് ദാനമായിട്ട് കിട്ടിയതാണെങ്കിലും നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങുന്ന പോലെ ഇറങ്ങി 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 താഴത്തേക്ക് പോയി. എങ്കിലും നമുക്ക് ഇടയ്ക്ക് നമ്മുടെ പോക്കൊന്ന് പരിശോധിക്കാനുള്ള പ്രേരണ കിട്ടിയത് അതും ദൈവാനുഗ്രഹം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി.